Greenlives Coaching and Training Solution. ഏതെങ്കിലും ഒരു കമ്പനിന്റെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് നമുക്ക് പറയുമ്പോൾ ഒപ്പം ആരും വരുന്നുണ്ട്. റിലയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആര് വരുന്നുണ്ട്? മുകേഷ് അംബാനി വരുന്നുണ്ട്, അല്ലെങ്കിൽ ധീരുഭായ് അംബാനി വരുന്നുണ്ട്. എന്താണ് ആ കമ്പനി ഉണ്ടാക്കിയത്? ആരാണ്? ധീരുഭായ് അംബാനി. അംബാനി ഇല്ലെങ്കിൽ റിലയൻസ് ഇല്ല, യൂസുഫ് അലി സാഹിബ് ഇല്ലെങ്കിൽ ലുലു ഇല്ല, ബിൽഗേറ്റ്സ് ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇല്ല, അതല്ലെങ്കിൽ ആ സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ആപ്പിൾ ഇല്ല. സ്റ്റീവ് ജോബ്സിന് എടുത്ത് പുറത്ത് കിട്ടുക ആപ്പിളിൻ്റെ കഥ കഴിഞ്ഞ്. കാരണം സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ആപ്പിൾ, അത് അയാളുടെ തലയിലാണ് ബിസിനസ്. അപ്പോൾ സുഹൃത്തുക്കളെ, HR മാർക്കറ്റിംഗും ഓപ്പറേഷൻസ് ഫിനാൻസും എല്ലാം ശരിയായിട്ടും കാര്യമില്ല. സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി ഇവിടുന്ന് ഉണ്ടാവുക. HR മാർക്കറ്റിംഗും ഫിനാൻസും ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സ്ട്രാറ്റജി വേണ്ട, ഇത് തന്ത്രം വേണ്ട, ഇത് കൊണ്ടുപോകണ്ടേ. ഇത് കൊണ്ടുപോകാൻ ആര് പറയുന്ന? ആരെ ബ്രെയിനാണ് വരുന്നത്? ലീഡർ ബ്രെയിനാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൺട്രപ്രണർ ആണ്. സോ ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. എന്തും കൂടി വേണം? ലീഡർഷിപ്പ് വേണം. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ലീഡർഷിപ്പാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഗാന്ധി ഉണ്ടായതുകൊണ്ടാണ്. ഗാന്ധി ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടൂല. എന്തുകൊണ്ടാണ് ആഫ്രിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അവിടെ നെൽസൺ മണ്ടേല ഉണ്ടായതുകൊണ്ടാണ്. ലീഡർ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇപ്പൊ ലീഡർഷിപ്പ് പറഞ്ഞാൽ ചില്ലറ കളിയല്ല, അതാണ് എല്ലാം. ദാറ്റ് ഈസ് എവറിത്തിങ്. നമ്മുടെ നാട്ടിൽ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സാധനമാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ട്രെയിനിങ് പറഞ്ഞാൽ ആൾക്ക് വരാൻ മടിയാണ്. സെയിൽസ് ട്രെയിനിങ് ആണെങ്കിൽ ഫുൾ ആവും. ഞാൻ സെയിൽസ് ട്രെയിനിങ് നടത്തിയപ്പോൾ നമ്മൾ വലിയ മാർക്കറ്റിംഗ് തരാം. അപ്പോൾ 35-30 ആൾ. കസ്റ്റമർ കെയർ ആളുകളുണ്ടാവും, പക്ഷെ ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ബേസിക്കലി ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഈസ് എവറിത്തിങ്. ലീഡർഷിപ്പ് ഈസ് ദ ബേസ് ഓഫ് ദ കമ്പനി. ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ലീഡർ മാറണ്ടേ? നമ്മുടെ നാട്ടിൽ തീരെ കൊടുക്കാത്ത സാധനമാണ് ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂല. സോ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രിൻസിപ്പിളാണെന്ത്? സക്സസ് ഫോർമുല എന്ന് പറഞ്ഞേ എന്താണ്? ഫസ്റ്റ് നമ്മൾ തുടങ്ങിയത് ഇവിടുന്ന് ഇന്നലെ അവയർനെസ്. ബെറ്റർ അവയർനെസ് എന്നാ എന്തുണ്ടാവുള്ളൂ? ബെറ്റർ അവയർനെസ് എന്നാ എന്ത് വരുള്ളൂ? ബെറ്റർ ഡിസിഷൻസ് വരുള്ളൂ. ബെറ്റർ ഡിസിഷൻസ് അല്ലെങ്കിൽ ബെറ്റർ ചോയ്സ്. ബെറ്റർ ചോയ്സ് എന്നാ എന്ത് വരുള്ളൂ? ബെറ്റർ റിസൾട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലീഡർഷിപ്പ് ക്ലാസ് ഒന്ന് കിട്ടും, അവയർനെസ് കിട്ടും. ആ അവയർനെസ് എന്താണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവുള്ളൂ. എല്ലാം അവയർനെസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലേൺ ചെയ്യണം, ഗ്രോ ചെയ്യണം. ലേണിംഗ് ആൻഡ് ഗ്രോയിങ് ആണ് ബെറ്റർ അവയർനെസ്. അതൊന്നാണ് ഇംപ്ലിമെന്റേഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അവസരം വരുള്ളൂ, ബെറ്റർ ചോയ്സ് വരുള്ളൂ. ബെറ്റർ ചോയ്സ് എന്നാൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ ആണ്. അതിൽ നിന്നാണ് ബെറ്റർ റിസൾട്ട് വരിക. അപ്പോഴേ ഇൻകം വരുള്ളൂ, അപ്പോഴേ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. സോ അവയർനെസ് തെറ്റിക്കഴിഞ്ഞാൽ ചോയ്സ് തെറ്റും, ചോയ്സ് തെറ്റിക്കഴിഞ്ഞാൽ റിസൾട്ട് മാറും. ഇതാണ് എല്ലാ സക്സസിന്റെയും അടിത്തറ. ലീഡർഷിപ്പിന്റെയും അടിത്തറതാണ്. ആദ്യം നമുക്ക് അവയർനെസ് ഉണ്ടാവണം. നമുക്കിപ്പോ ഓൺട്രപ്രണർഷിപ്പിന്റെ 6 സ്റ്റേജ് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോർപ്പറേറ്റ്, നമുക്ക് അങ്ങനെ സ്റ്റേജ് അറിയില്ലെങ്കിലോ നമ്മൾ ഒരിക്കലും പണിയെടുക്കൂല. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യൂലല്ലോ. അറിയാത്ത കാര്യം നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം അറിയണം. അതുകൊണ്ടാണ് ഖുർആനിൽ ഫസ്റ്റത്തെ ആയത്തന്നെ എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഫസ്റ്റ് വായിക്കണം. വായിക്കുമ്പോഴേ അവയർനെസ് ഉണ്ടാവുള്ളൂ. ആദ്യം പഠിക്കണം, ലേൺ ചെയ്യണം, ഗ്രോ ചെയ്യണം. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഐഡിയാസ് കത്തുള്ളൂ. ഐഡിയാസ് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എന്നിട്ട് എന്താണ്? ആ കത്തുന്ന ഐഡിയാസ് എന്ത് ചെയ്യണം? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ ഐഡിയാസ് കത്താതെ എന്ത് ചെയ്യൂല? എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയൂല. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക? ക്ലച്ചും ഗിയറും ആക്സിലേറ്റർ ആകാതെ എങ്ങനെ വണ്ടി എടുക്കുക? നിങ്ങൾക്ക് അതൊന്നും അറിയില്ല. നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി വേണം. നിങ്ങൾ വണ്ടി പോയി എടുത്ത വണ്ടി ഓടില്ലല്ലോ. മ്യൂസിക്കിൽ നമ്മളിങ്ങനെ പോയിട്ട് തബല വായിച്ചപ്പോൾ തബല പ്ലേ ചെയ്യൂല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒക്കെ അതിന് ആദ്യം എന്ത് ചെയ്യണം? അതിന് അവയർനെസ് വേണം. എന്നിട്ട് വേണം അത് പ്ലേ ചെയ്യാൻ. ആദ്യം അത് അതിനെക്കുറിച്ച് അറിയണ്ടേ? സോ ബെറ്റർ അവയർനെസ് എന്നാണ് എന്തുണ്ടാവുക? ബെറ്റർ ചോയ്സ് വരിക. അങ്ങനെ നമ്മൾ ബെറ്റർ ചോയ്സുകൾ ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് ഇമ്പാക്ട് കൂടും. ദാറ്റ് ഈസ് ബെറ്റർ റിസൾട്ട്. 5 key areas of leadership.
5 key areas of leadership. ലീഡർഷിപ്പിൻ്റെ 5 key area, 5 core area. കുറേ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സമയം ഉണ്ടാവും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കടന്നു പോകണം വിചാരിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ സംഭവം. ഒന്നാമത്താണ് മൈൻഡ് മാസ്റ്ററി. ഇത് നമ്മൾ പഠിച്ചതാണ്. മൈൻഡ് മാസ്റ്ററി ഇതേക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. മൈൻഡ് മാസ്റ്ററി. ആദ്യം നമ്മൾ മൈൻഡ് മാസ്റ്ററി കൈവരിക്കണം. നമ്മൾ സൈക്കോളജിക്കൽ എന്താവണം? നമ്മളൊരു ഗ്ലോബൽ ബിസിനസ്സുകാരാവും ചിന്തിക്കണം. ആ ലെവലിലുള്ള ആളുകളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു റോൾ മോഡൽ, നിങ്ങൾ മനസ്സവിടെ എത്തണം. ആദ്യം മനസ്സെത്തണം, എന്നാലേ ബോഡി എത്തുള്ളൂ. മനസ്സെത്താതെ ബോഡി എത്തൂല. ആദ്യം എത്തേണ്ടത് എവിടെയാണ്? മനസ്സാണ്. മനസ്സെത്താതെ ബോഡി എത്തുമോ? എത്തൂല. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/Mujeebgreenlives, or you can WhatsApp to 9995142164.